മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ +1 സ്റ്റുഡൻസിന്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത്, ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ കണ്ടന്റുകളാണുള്ളത്, നമുക്ക് ഈ വർഷം മൊത്തം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ആദ്യം തന്നെ വരുന്നത് നമുക്ക് നമ്മുടെ ഈ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്ക് ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മളിപ്പം ഫ്രഷ് ആയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. സോ നമ്മൾ ആദ്യം തന്നെ എന്താണ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിനകത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ടേ തുടങ്ങാനായിട്ട്. സോ നമ്മൾ ആദ്യം തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ഇതിൽ വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ, ഡേറ്റ പ്രോസസ്സിംഗ്, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസർ, നമ്പർ സിസ്റ്റം, നമ്പർ കൺവേർഷൻസ്, ബൈനറി അഡീഷൻ, ഡേറ്റ റെപ്രസെന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കമ്പോണന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വരുന്നത്. ആദ്യം തന്നെ വരുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഹാർഡ്വെയർ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമുക്കറിയാമല്ലോ, ഒരു കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ യൂണിറ്റ്സ് ആണ് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്, നമ്മുടെ മൗസും കീബോർഡും ഒക്കെ. അപ്പൊ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ പോർഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇ വേസ്റ്റ്. അതിനുശേഷം വരുന്നത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓർ ഗ്രീൻ IT എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. ദെൻ സോഫ്റ്റ്വെയർ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ, പ്രൊപ്രിയേറ്ററി സോഫ്റ്റ്വെയർ, ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇ വേസ്റ്റ് ഒക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആയിരിക്കും അല്ലെ, എന്നാൽ കുറേയൊക്കെ കേട്ടിട്ടും ഉണ്ടാവത്തുമില്ല. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കണ്ട, അയ്യോ ഇതൊക്കെ ഭയങ്കര പാടായിരിക്കോ, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എളുപ്പമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. മക്കൾ ആരും അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമ്മുടെ തേർഡ് ചാപ്റ്ററിലേക്ക് നമുക്ക് നോക്കാം. തേർഡ് ചാപ്റ്റർ വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ വരുന്നത് പ്രോബ്ലം സോൾവിംഗ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്, അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ്, ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്, ഫേസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തേർഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രോഗ്രാമിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, നമ്മുടെ +2ലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്സ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോഴും നമുക്ക് എന്താണ് പ്രോഗ്രാമിംഗ് എന്നൊന്ന് അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ദെൻ നമ്മൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കുക. അതാണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ C++ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്യാരക്ടർ സെറ്റ്, ടോക്കൺസ്, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ IDE, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണത്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്, കൺസെപ്റ്റ് ഓഫ് ഡേറ്റ ടൈപ്സ്, C++ ഡേറ്റ ടൈപ്സ്, ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്, ദെൻ വേരിയബിൾസ്, ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ചാപ്റ്റർ ആണിത്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ C++ പ്രോഗ്രാം എന്താണെന്നൊക്കെ ഒന്ന് കണ്ടില്ലായിരുന്നോ. അപ്പം അതിന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് C++ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ. നമ്മൾ ആദ്യം തന്നെ സ്ട്രക്ചർ പഠിക്കും. ദെൻ ഗൈഡ് ലൈൻസ് ഫോർ കോഡിംഗ്, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ, കോൺസ്റ്റന്റ് ദ ആക്സസ് മോഡിഫയർ, മോർ ഓപ്പറേറ്റേഴ്സ്, ടൈപ്പ് കൺവേർഷൻ. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. അടുത്ത ചാപ്റ്റർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് രണ്ട് കണ്ടന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അത് എന്തൊക്കെയാണ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സും ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്നത്. അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്,
ഓക്കെ, അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിക്കേ. ആദ്യം തന്നെ വരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ടാണ്. ദെൻ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ മീഡിയം, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ്, നെറ്റ്വർക്ക് ടോപ്പോളജീസ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക്സ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഓവർ എ നെറ്റ്വർക്ക്. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുവാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ, നമ്മളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ. അപ്പം എങ്കിലും നമുക്കറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ കാണും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ ഇന്റർനെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് നോക്കാം. ഹിസ്റ്ററി ഓഫ് ദി ഇന്റർനെറ്റ്, connecting the computer to the internet, types of connectivity, services on internet, cyber security, preventing network attacks, guidelines for using computers over internet. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് IT ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ചാപ്റ്റർ ഏതാണ്? IT ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഇ ഗവേണൻസ് എന്താണ്, ഇ ബിസിനസ് എന്താണ്, ഇ ലേണിംഗ്. അപ്പം ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ആണ് കേട്ടോ. ഇലക്ട്രോണിക് ഗവേണൻസ്, ഇലക്ട്രോണിക് ബിസിനസ്, ഇലക്ട്രോണിക് ലേണിംഗ്, ഇതെല്ലാമാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ICT ആപ്ലിക്കേഷൻസ് ഇൻ ഹെൽത്ത് കെയർ, ICT ഇനേബിൾഡ് സർവീസസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നമ്മുടെ 10 ചാപ്റ്റേഴ്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇതൊക്കെ പാടായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കാണും. ബട്ട് അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും മക്കൾക്ക് വേണ്ട, നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇനിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മിസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്രയും ഒക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ.